അങ്ങനെ അവിടെ നിന്ന് കടയിൽ നിന്ന് ഇറങ്ങി കഴിഞ്ഞിട്ട് നമ്മൾ നേരെ വന്നത് മാർക്കറ്റിലോട്ടാണ്. മാർക്കറ്റിൽ വന്നിട്ട് മീനൊക്കെ ഒന്ന് നോക്കി, മീനിൻ്റെ വിലയും വിവരങ്ങളൊക്കെ ഒന്ന് തിരക്കി, പറ്റിയൊരു കുറച്ച് മീൻ പെട്ടെന്ന് വെട്ടാൻ പറ്റുന്ന ഒരു മീൻ എടുക്കുമെന്ന് പറഞ്ഞാൽ അങ്ങനെ ഒരു മീനൊക്കെ വാങ്ങിച്ചിട്ട് നമ്മളിത് നേരെ പോകുന്നത് എൻ്റെ വീട്ടിലോട്ടാണ് കേട്ടോ. അപ്പോൾ അനിയത്തി വെയിറ്റ് ചെയ്ത് നോക്കി നിൽക്കുകയാണ്. ഞാൻ പറഞ്ഞില്ല അവൾക്ക് 2 വള എടുക്കാൻ വേണ്ടി ഞാൻ അവിടെ പോയതെന്ന്. ആ 2 വളയും കൊണ്ട് ഞാൻ വന്നതും പ്രതീക്ഷിച്ചിട്ട് എന്നെ നോക്കിയിട്ട് വാതിക്ക് ഇങ്ങനെ നിൽപ്പുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ പോയി ഇതേ എനിക്ക് ദോശ ഉണ്ടാതൊക്കെ ഉണ്ടാടേ കാര്യങ്ങളൊക്കെ ഉണ്ടാക്കിയൊക്കെ വെച്ച് എന്നെ നോക്കി കാത്തിട്ട് നോക്കിയിരിക്കുന്നു കേട്ടോ. അപ്പോൾ അമ്മച്ചി കൊണ്ടുപോയി കൊടുക്കണമെന്നും പറഞ്ഞുകൊണ്ട് ഒരു പൊതി അടയൊക്കെ നമുക്ക് കവറിലാക്കി അത് തന്നു. അപ്പം ഞാൻ ആ വാങ്ങിച്ച മീനിൻ്റെ കൂട്ടത്തിൽ നിന്ന് 2 മീൻ അവർക്ക് വറുത്തത് ഞാൻ വേണ്ടിയിട്ട് കൊടുത്തിട്ടാണ്. ഞാൻ പ്രതീക്ഷിക്കാണ്ട് പെട്ടെന്നാണ് വന്നുകൊണ്ടാണ് ഈ 2 മീൻ കൊടുത്തത്. എന്തായാലും 2 മീൻ വറുക്കാൻ കൊടുത്തിട്ട് ഞാൻ ഇങ്ങോട്ട് ഇറങ്ങി. അപ്പോൾ ഒന്ന് കടയിലോട്ട് നോക്കി. സാധാരണ ഈ ഒരു മൂലയിൽ കസേരയിട്ടിട്ട് അപ്പച്ചനോട് നോക്കി ഇങ്ങനെ ഇരിപ്പുണ്ടാവും. എനിക്ക് അത് അപ്പച്ചനോട് ഇല്ലാത്തതുകൊണ്ട് ഞാൻ അങ്ങോട്ട് നോക്കാറില്ല. അങ്ങനെ നമ്മൾ ആ അടയൊക്കെ വാങ്ങിച്ചിട്ട് ഇതേ തിരിച്ച് വീട്ടിലോട്ട് പോരാനിട്ടായി. ഇനിയിപ്പോൾ ഒന്ന് കുളിക്കണം, എന്നിട്ട് വേണം മീൻ വെട്ടാൻ. ഒരു വെറൈറ്റി പ്രത്യേകതരം ജീവി